രാജാക്കന്മാരുടെ രാജാവും ദേവന്മാരുടെ ദേവനുമായ ശ്രീ രാജരാജേശ്വര സന്നിധിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം, കൂവളത്തിൽ ഉപയോഗിക്കാത്ത, പ്രദോഷം ആചരിക്കാത്ത ശിവക്ഷേത്രം, മറ്റൊരു ക്ഷേത്രത്തിലെ വൈഷ്ണവ വിഗ്രഹത്തെ ശിവപീഠത്തിൽ വച്ച് പൂജ ചെയ്യുന്ന ദിവസങ്ങൾ, കൊടിമരമോ ഉത്സവമോ ഇല്ലാത്ത മഹാക്ഷേത്രം, അങ്ങനെ പറയാൻ നിരവധി വിശേഷങ്ങളുണ്ട്. നമ്മുടെ മറ്റു വീഡിയോയിലേതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി വിവരങ്ങൾ ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃതായുഗത്തിൽ സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ടൗണിനു സമീപമായാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങോട്ട് എങ്ങനെ എത്താമെന്ന് നോക്കാം. ട്രെയിനിൽ വരുന്നവർ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് ഉചിതം. അവിടെ നിന്നും ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെത്താം. സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയ്ക്ക് അമ്പലത്തിലേക്ക് പോകാം. 3 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. പയ്യന്നൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇപ്പോഴത്തെ NH-66 തന്നെയുള്ള ചിറവക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ 1 കിലോമീറ്ററാണ് അമ്പലത്തിലേക്കുള്ള ദൂരം. തൊട്ടടുത്തുള്ള വസുദേവപുരം ക്ഷേത്രത്തിൽ തൊഴുത് ദർശനം ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ രീതി. അതിനെപ്പറ്റി വഴിയെ വിശദീകരിക്കാം. തെക്കൻ കേരളത്തിൽ നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് കോഴിക്കോട്, കണ്ണൂർ വഴി വരുന്നതാണ് സൗകര്യം. തിരുനെല്ലിയിൽ പോയിട്ടാണ് വരുന്നതെങ്കിൽ ഇരിട്ടി വഴിയോ മട്ടന്നൂർ വഴിയോ തളിപ്പറമ്പിന് വരാം. മെയിൻ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള റോഡിന് വലിയ വീതിയൊന്നുമില്ലെങ്കിലും ടൂറിസ്റ്റ് ബസ്, ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. പ്രധാന കവാടത്തിൽ നിന്നും അല്പം കൂടി മുൻപോട്ട് പോയാൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് അവിടെയുണ്ട്. ഇതിനു താഴെയായി ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. ദേവസ്വം റെസ്റ്റ് ഹൗസ് പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് തന്നെയാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇവിടെ താമസിക്കുന്നത് ക്ഷേത്ര ദർശനം കൂടുതൽ എളുപ്പമാക്കുന്നു. തളിപ്പറമ്പ് ടൗണിലും കുറച്ച് ഹോട്ടലുകൾ ഉള്ളതിനാൽ താമസ സൗകര്യം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. പക്ഷേ ഉച്ചസമയത്ത് ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. കേരളത്തിലെ എന്നല്ല, ദക്ഷിണ ഭാരതത്തിലെ തന്നെ മഹാശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണിത്. ത്രിമൂർത്തി സങ്കല്പത്തിനപ്പുറം ഉത്കൃഷ്ടമായ കാലാതീതവൃത്തിയായ ശൈവ സാന്നിധ്യമാണ് ഇവിടെയെന്നാണ് ദൈവജ്ഞമതം. രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജരാജേശ്വരനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. ചക്രവർത്തിയെന്നും പെരുംതൃക്കോവിലപ്പനെന്നും പെരുഞ്ചെല്ലൂരപ്പനെന്നും ഭക്തർ രാജരാജേശ്വരനെ വിളിക്കുന്നു. കൃതായുഗത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ നടന്നത് എന്നാണ് സങ്കല്പം. യുഗങ്ങൾക്ക് മുൻപ് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് പാർവതീദേവിക്ക് സമ്മാനിച്ചു. തന്നെ പ്രത്യക്ഷപ്പെടുത്താൻ ഉഗ്ര തപസ് ചെയ്തുകൊണ്ടിരുന്ന മാന്ധാതാവ് എന്ന രാജർഷിക്ക് ശ്രീ പാർവതി അതിൽ ഒരു ശിവലിംഗം നൽകി. ഈ ശിവലിംഗം ഒരൊറ്റ ജീവിയുടെയും ശവശരീരങ്ങൾ അടക്കം ചെയ്യാത്ത സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് ദേവി അരുളി ചെയ്തു. അത്തരത്തിലൊരു സ്ഥലം കണ്ടെത്താൻ മാന്ധാതാവ് ശ്രമിച്ചപ്പോൾ ഒരു തളികയുടെ വട്ടത്തോളം മാത്രം വിസ്താരമുള്ള ഈ സ്ഥലം കണ്ടെത്തി. അങ്ങനെ ചൈതന്യം നിറഞ്ഞ ഈ സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അധിക നാൾ കഴിയുന്നതിന് മുൻപേ തന്നെ ആ ശിവലിംഗം ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. തുടർന്ന് മാന്ധാതാവിൻ്റെ മകനായ മുചുകുന്ദൻ ശിവപാർവതിമാരെ പ്രാർത്ഥിച്ച് 2ാമത്തെ ശിവലിംഗം നേടി. അദ്ദേഹവും ഇവിടെ തളിപ്പറമ്പിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പൂജ ചെയ്തു പോന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഈ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്കടിയിലേക്ക് താണുപോയി. അവസാനത്തെ വിഗ്രഹം ലഭിച്ചത് മൂഷക രാജവംശത്തിലെ ശതസോമൻ എന്ന ശിവഭക്തനായ രാജാവിനാണ്. അദ്ദേഹം ഇതേ സ്ഥലത്ത് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന ശിവലിംഗം. ഈ ബിംബവും പ്രതിഷ്ഠാവേളയിൽ ഭൂമിയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്തു. 12.5 നമസ്കാരം ചെയ്തപ്പോഴേക്കും ഇന്നു കാണുന്ന നിലയിൽ ബിംബം ഉറച്ചു നിന്നു എന്നതിനാൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അശ്വമേധ നമസ്കാരം വളരെ പ്രധാനമാണ്. കാമധേനുവിനെ കറന്നെടുത്ത പാലുകൊണ്ടുണ്ടാക്കിയ നെയ്യുപയോഗിച്ച് ദീപം തെളിയിച്ച് അശ്വമേധ നമസ്കാരം നടത്തിയതിനാൽ നെയ്യമൃത് സമർപ്പിക്കുന്നതും ഇവിടെ വിശേഷമാണ്.
ഒരു ബുധനാഴ്ച ദിവസമാണത്രേ പ്രതിഷ്ഠ നടന്നത്. ഇക്കാരണത്താൽ ബുധനാഴ്ച ക്ഷേത്രദർശനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ശിവലിംഗം പ്രതിഷ്ഠിച്ച തളിക വട്ടപ്പറമ്പ് പിന്നീട് തളിപ്പറമ്പ് എന്നറിയപ്പെട്ടു. ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സ്ഥലി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അത് മലയാളത്തിൽ തളിയായി പരിണമിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് തളിപ്പറമ്പ് എന്ന പേര് വന്നത് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. കോഴിക്കോട്ടെ തളിയിൽ മഹാദേവ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മലബാറിലെ പല ക്ഷേത്രങ്ങളും തളിയിൽ എന്നറിയപ്പെടുന്നു. പെരുംചെല്ലൂർ, പെരുംതൃക്കോവിൽ, തളിപ്പറമ്പ് ക്ഷേത്രം എന്നീ പേരുകളിലാണ് ഈ പുണ്യഭൂമി ചരിത്രരേഖകളിൽ ഇടം നേടിയിട്ടുള്ളത്. കേരള മാഹാത്മ്യം, കേരള ക്ഷേത്ര മാഹാത്മ്യം, മൂഷകവംശകാവ്യം തുടങ്ങിയ സംസ്കൃത കൃതികളിലും ചെല്ലൂരീശവിലാസം, ലക്ഷ്മീപുരേശ സ്തോത്രം മുതലായ കൃതികളിലും ചെല്ലൂർ നവോദയ ചമ്പുവിലും തളിപ്പറമ്പ് ഗ്രാമത്തെയും പെരുന്തൃക്കോവിലപ്പനെയും പറ്റി പരാമർശമുണ്ട്. ഏഴിമല ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന മൂഷക രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രവും ഗ്രാമവും. തളിപ്പറമ്പ് ക്ഷേത്ര തൃക്കോവിൽ നിർമ്മിച്ചത് സുധസേനനാണ് എന്ന് മൂഷകവംശത്തിൽ പറഞ്ഞിരിക്കുന്നു. പഴയ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലെ തളി ക്ഷേത്രം തന്നെയാണ് രാജരാജേശ്വര ക്ഷേത്രമെന്നും കരുതപ്പെടുന്നതിനാൽ ഒരുപക്ഷെ ആ പഴയ ക്ഷേത്രം ശതസേനൻ പുതുക്കിപ്പണിതതായിരിക്കാം. ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ മഴുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്ത ശേഷം ഗോകർണം മുതൽ 64 ഗ്രാമങ്ങൾ സൃഷ്ടിച്ചു. അതിൽ തന്നെ പയ്യന്നൂരിന് തെക്കുള്ള പ്രാചീന കേരളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രധാന ഗ്രാമമായിരുന്നു പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പ്. ഒരു കാലത്ത് വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നുവത്രേ ഈ ഗ്രാമം. ആധുനിക ചരിത്രത്തിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിന് ഈ ക്ഷേത്രം വിധേയമായി. 1788 ജനുവരിയിൽ താമരശ്ശേരി ചുരം വഴി ടിപ്പു വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയുണ്ടായി. മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിക്കപ്പെട്ടതായി ചരിത്രകാരന്മാർ സാക്ഷ്യം വഹിക്കുന്നു. അതിൽ ഏറെ നാശം സംഭവിച്ച 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം മഹാദേവ ക്ഷേത്രമായിരുന്നു. തൃശൂർ ജില്ലയിലെ ചേർപ്പ് ഗ്രാമത്തിലെ പെരുവനം ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ പണ്ട് 7 നിലകളോടുകൂടിയ രാജഗോപുരമുണ്ടായിരുന്നുവത്രേ. ഇത് ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് തകർന്നതെന്ന് ചരിത്രം പറയുന്നു. ഇന്നും അതിൻ്റെ പൗരാണിക ശേഷിപ്പുകൾ നമുക്ക് കാണാനാവും. രാജരാജേശ്വര ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരവും ഈ ആക്രമണത്തിൻ്റെ അവശേഷിപ്പായോ മറ്റു കാരണങ്ങളാലോ ഏതാണ്ട് തകർന്ന നിലയിൽ നമുക്ക് ഇന്നും കാണാം. ഗോപുരത്തിനുള്ളിലൂടെ അകത്തു പ്രവേശിക്കുന്നതിന് വലതുവശത്തായി കൊട്ടുംപുറം എന്നറിയപ്പെടുന്ന ചെറിയൊരു ഇരുനില കെട്ടിടം കാണാം. പണ്ടുകാലത്ത് പണ്ഡിതരെയും കലാകാരന്മാരെയും ആദരിക്കാറുണ്ടായിരുന്നത് ക്ഷേത്ര സമുച്ചയത്തിനോട് ചേർന്നുള്ള ഈ മണിഗോപുരത്തിൽ വച്ചായിരുന്നു. ജ്യോതിഷം, വൈദ്യം, വ്യാകരണം, കല മുതലായവയിൽ പ്രഗത്ഭരായിട്ടുള്ളവരെ സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും നൽകി ബഹുമാനിക്കുന്ന പതിവ് രാജരാജേശ്വര ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഇവിടെ കൊട്ടുംപുറത്ത് വച്ച് നൽകപ്പെടുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റവും മഹനീയമായി കണക്കാക്കിയിരുന്നു. ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള വീരശൃംഖല. ഈ ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സിൻ്റെ ഏകാഭിപ്രായത്തോടുകൂടി മാത്രമേ വീരശൃംഖല നൽകപ്പെട്ടിരുന്നുള്ളൂ. ഇവിടെ നിന്നും അവസാനമായി വീരശൃംഖല സമ്മാനിച്ചത് കൂടിയാട്ട കുലപതി മാണി മാധവ ചാക്യാർക്കായിരുന്നു. കാവാലം നാരായണപ്പണിക്കർ, വി ദക്ഷിണാമൂർത്തി, കലാമണ്ഡലം ഗോപി തുടങ്ങിയ മറ്റനവധി പ്രഗത്ഭരും ഇവിടെ ആദരിക്കപ്പെട്ടതായി അറിയുന്നു. പൊന്നിൻകുടം വഴിപാടിനുള്ള നെയ് നിറയ്ക്കുന്നതും തുടർന്നുള്ള അരിയളവ് നടത്തുന്നതും കൊട്ടുംപുറത്ത് വച്ചാണ്. ഗോപുരം കടന്ന് ഉള്ളിൽ കടക്കുമ്പോൾ ഇടതുവശത്തായി 700 വർഷം പഴക്കമുള്ള ഏഴിലംപാല വൃക്ഷം കാണാം. ജില്ലാ സാമൂഹിക വനവൽക്കരണ വകുപ്പിൻ്റെ പരിശോധനയിൽ ഈ വൃക്ഷത്തിന് വൃക്ഷമുത്തശ്ശി പട്ടം നൽകി ആദരിക്കുകയുണ്ടായി. ഇടതുവശത്ത് തന്നെ ഉയരമുള്ള ഒരു തറയും കാണാം. പണി പൂർത്തിയാകാത്ത കൂത്തമ്പലമാണ് ഇതെന്നാണ് അറിഞ്ഞത്. തളിപ്പറമ്പിലെ പ്രധാന പ്രതിഷ്ഠ രാജരാജേശ്വര സങ്കല്പത്തിൽ പരമശിവനാണ് എങ്കിലും ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ കൂടിച്ചേർന്ന ആരാധനാമൂർത്തിയാണ് എന്ന ഒരു അഭിപ്രായവുമുണ്ട്. പക്ഷേ
വിഷ്ണു സങ്കല്പത്തിലോ ശങ്കരനാരായണ സങ്കല്പത്തിലോ ഉള്ള പൂജകളൊന്നും തന്നെയില്ല എന്നാണ് അറിവ്. എന്നിരുന്നാലും തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ എഴുന്നള്ളത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വരുന്ന അവസരത്തിൽ ഇവിടുത്തെ മൂർത്തിയെ ശങ്കരനാരായണനായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നു. പ്രധാന മൂർത്തിക്ക് പുറമേ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാകാളൻ, നന്ദികേശൻ, പാർവതി, യക്ഷി, വൃഷഭൻ, അരവത്ത് ഭൂതനാഥൻ, ചിറവക്കൽ ശ്രീകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളും രാജരാജേശ്വര ക്ഷേത്രത്തോട് അനുബന്ധമായുണ്ട്. രാജരാജേശ്വര ഭഗവാൻ വ്യാഴഭഗവാൻ എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ ദേവപ്രശ്നക്രിയകളുടെ സാഫല്യത്തിനായും ഇവിടെ പ്രാർത്ഥിച്ചു വരുന്നു. മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്നും ചടങ്ങുകളിലും ആചാരങ്ങളിലും നിരവധി വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. ശിവനെന്ന സങ്കല്പം മുഖ്യമാണെങ്കിലും കൂവളപ്പൂവ് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് എടുക്കാറില്ല. പൂവോടുകൂടിയ തുളസി കതിർക്കുലയാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ശിവരാത്രി, പ്രദോഷം ഇവയ്ക്ക് ഇവിടെ പ്രത്യേകതകളില്ല. ശംഖധ്വനിയും മലർനിവേദ്യവും ക്ഷേത്രത്തിൽ പതിവില്ല. വളരെ വർഷങ്ങൾക്ക് മുൻപ് ശിവരാത്രിക്ക് തുടങ്ങി വിഷുവിന് അവസാനിക്കുന്ന വിധത്തിൽ വസന്തോത്സവം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ ആദ്യവും അവസാനവും എന്ന നിലയിൽ ഈ 2 ദിവസങ്ങളിലുമുള്ള പ്രത്യേക പൂജയും ശ്രീഭൂതബലിയും ഇന്നും നടന്നുവരുന്നു. വിഷുവിനും ശിവരാത്രിക്കും ഗ്രാമക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ബലിബിംബം ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് രാജരാജേശ്വരൻ്റെ പീഠത്തിന്മേൽ തന്നെ വച്ച് ശങ്കരനാരായണ പൂജ നടത്താറുണ്ട്. തളിപ്പറമ്പിലെ പ്രതിഷ്ഠ ഉയരമുള്ള വലിയ ലിംഗമായതിനാൽ നിന്നുകൊണ്ടാണ് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അഭിഷേക സമയത്തു മാത്രമേ ശിവലിംഗം കാണാൻ സാധിക്കൂ. മറ്റു സന്ദർഭങ്ങളിൽ സ്വർണ്ണഗോളകയും മറ്റും ചാർത്തി സർവാലങ്കാരഭൂഷിതനായിരിക്കും. മഹാക്ഷേത്രമായ തളിപ്പറമ്പിൽ നിത്യശ്രീവേലിയില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ക്ഷേത്രത്തിനകത്ത് കിണറില്ലാത്തതുകൊണ്ട് ആവശ്യമുള്ള ജലം നാലമ്പലത്തിന് പുറത്തുള്ള ഗംഗാതീർത്ഥം എന്നറിയപ്പെടുന്ന ജലവന്തിയിൽ നിന്ന് കീഴ്ശാന്തിക്കാർ അതിരാവിലെ പ്രത്യേക പാത്രങ്ങളിൽ ചുമന്നുകൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. ആദ്യകാലത്ത് കിണർ നിർമ്മിച്ചിട്ടും പൂജയ്ക്കുള്ള ജലം ലഭിക്കാത്തതിനാൽ ഒടുവിൽ പരശുരാമൻ ഗംഗാനദിയെ ആവാഹിച്ചു വരുത്തിയെന്നാണ് ഐതിഹ്യം. അഭിഷേകം, നിവേദ്യം, സഹസ്രകലശം ഇവയ്ക്കെല്ലാം ഈ ജലമാണ് ഉപയോഗിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിലെ കൊടിമരത്തിന് മുകളിലായി പ്രധാന ദേവതയുടെ വാഹനത്തെ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊടിമരമില്ലാത്ത തളിപ്പറമ്പിൽ ആ സ്ഥാനത്ത് ശിവവാഹനമായ ഋഷഭ പ്രതിഷ്ഠ കാണാനാവും. വലിയ ബലിക്കല്ലിനും പുറമെയായി ഉപദേവതാക്ഷേത്രം സ്ഥാപിച്ചാണ് നന്ദിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകോവിലിനു പിന്നിലുള്ള ശ്രീപാർവതിയുടെ നട ഒരിക്കലും തുറക്കാറില്ല. വാതിലിൽ കാണുന്ന ചെറിയ ദ്വാരത്തിൽ കൂടി നോക്കിയാൽ ദേവിയുടെ വലിയ ദാരുവിഗ്രഹവും പുഷ്പാഞ്ജലി നടത്തുന്ന കണ്ണാടി വിഗ്രഹവും കാണാം. സൂര്യോദയത്തിനു മുൻപും അസ്തമനത്തിന് ശേഷവും ഈ ദ്വാരത്തിൽ കൂടി നോക്കിയാൽ ഈ ദൃശ്യം കാണാം. പടിഞ്ഞാറേ നട തുറക്കാതിരിക്കാൻ കാരണമായി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളാണത്രേ. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ ശിവരാത്രി ദിവസം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോൾ പെട്ടെന്ന് ശ്രീ നാരദൻ അവിടെ ആഗതനായി. ഭഗവാൻ വിഷ്ണു മഹർഷിയെ ഉപചരിക്കുകയും വിഷ്ണുവിൻ്റെ അനുവാദത്തോടെ ലക്ഷ്മി ദേവി പരമേശ്വര ദർശനത്തിന് തനിയെ യാത്രയാവുകയും ചെയ്തു. തളിപ്പറമ്പിലെത്തി ദർശനത്തിനായി സോപാനത്തിൽ കയറിയ ലക്ഷ്മി ദേവി അകത്ത് തൻ്റെ പതിയായ വിഷ്ണുവിനെയാണ് കണ്ടത്. തനിക്ക് മുൻപേ തന്നെ ഭഗവാൻ ഇവിടെ എത്തിയെന്ന് വിചാരിച്ച് സംശയലേശമന്യേ ശ്രീകോവിലിൽ കടന്ന ഭഗവതിക്ക് പരമശിവൻ വേഷം മാറിയതാണെന്ന് അധികം വൈകാതെ മനസ്സിലായി. ഉടനെ തന്നെ പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പരമശിവൻ നടവാതിലടച്ചു. ലക്ഷ്മി സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമെന്നും അങ്ങനെ തൻ്റെ ദർശനത്തിനെത്തുന്നവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്നും ഭഗവാൻ ആവശ്യപ്പെട്ടുവത്രേ. നാരദനുമായി സംഭാഷണശേഷം വിഷ്ണു തളിപ്പറമ്പിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ അവിടെ സംഭവിച്ചത് വ്യക്തമായി മനസ്സിലായി. ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവരാൻ സ്വന്തം രൂപത്തിൽ പോയാൽ ശിവൻ അനുവദിക്കില്ലെന്നു മനസ്സിലാക്കി ശിവപുത്രനായ സുബ്രഹ്മണ്യൻ്റെ രൂപത്തിൽ യാത്രയായി. ഈ ഒരു ഭാവമാണത്രേ തൃച്ചംബരത്ത് നിന്ന് ശിവരാത്രി ദിവസം തളിപ്പറമ്പിലേക്ക് എഴുന്നള്ളത്തുള്ളത്. തളിപ്പറമ്പിലെത്തിയ മകനെ ശിവൻ സഹർഷം സ്വാഗതം ചെയ്തു.
ശങ്കരനാരായണന്മാർ അന്യോന്യം കാര്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്മി സാന്നിധ്യം തളിപ്പറമ്പിൽ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് നിശ്ചയിച്ചു. ഇതിനു ശേഷമാണ് ഈ ക്ഷേത്രം ലക്ഷ്മീപുരം എന്നും പ്രസിദ്ധമായത്. തിരികെ പോകുന്ന ഷൺമുഖനായ ശ്രീകൃഷ്ണന് ചില സമ്മാനങ്ങൾ പരമശിവൻ നൽകിയത്രേ. അതിലൊന്നായ ഓലക്കുട ഇന്നും തൃച്ചംബരത്തപ്പൻ തിരികെ പോകുമ്പോൾ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ പരശുരാമൻ്റെ അപേക്ഷപ്രകാരമാണ് ഇവിടെ ലക്ഷ്മി സാന്നിധ്യം എന്നും മറ്റൊരഭിപ്രായമുണ്ട്. ഒരിക്കലും തുറക്കാറില്ലാത്ത പാർവതിയുടെ നട സാമൂതിരി രാജാവ് ദർശനത്തിനെത്തുമ്പോൾ തുറക്കുമെന്നും അപ്പോൾ അദ്ദേഹം കനകധാര ചെയ്യണമെന്നും ഐതിഹ്യമുണ്ട്. മൂലഭണ്ഡാരം എന്നു കാണുന്ന സ്ഥലം പൗരാണികമായി നിധികുംഭങ്ങൾ നിക്ഷേപിച്ച സ്ഥലമാണെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വർണ്ണക്കൊടിമരം ഭൂമിക്കടിയിൽ ഈ സ്ഥലത്താണ് സ്ഥാപിച്ചത് എന്നും വേറൊരു ഐതിഹ്യവുമുണ്ട്. സാമൂതിരിയും തിരുവിതാംകൂർ രാജാക്കന്മാരും സ്ഥാനമേൽക്കുന്ന ചടങ്ങായ അരിയിട്ടിരുവാഴ്ചയ്ക്ക് മുൻപേ ആനയെ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം എന്നതും ഇവിടുത്തെ ഒരു ആചാരമായിരുന്നു. രാജർഷിമാരാൽ പ്രതിഷ്ഠിതനായതിനാലും പിന്നീട് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരിൽ ഒരാൾ ദേവങ്കൽ ലയിച്ചു എന്നതിനാലും രാജകീയ പ്രൗഢിയോടെ ചക്രവർത്തി സങ്കല്പത്തിലാണ് രാജരാജേശ്വരൻ വാണരുളുന്നത്. സാമൂതിരി രാജാവ് തീപ്പെട്ടാൽ ദേവന് പുല ആചരിക്കുന്ന അത്യപൂർവമായ സമ്പ്രദായം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് പ്രത്യേക ക്രമമുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യമായി രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും 400 മീറ്റർ തെക്കുഭാഗത്തുള്ള ആശ്രമത്ത് ചിറയെന്നറിയപ്പെടുന്ന ചിറയിൽ സ്നാനം ചെയ്തു വേണം ഭഗവത് ദർശനത്തിനു വരാൻ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറയുടെ കിഴക്കേ കരയിലായിരുന്നുവത്രേ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം. വളരെ കാലം മഹാദേവൻ്റെ ഉച്ചപൂജ അഗസ്ത്യ മഹർഷിയായിരുന്നുവത്രേ നിർവഹിച്ചിരുന്നത്. ശ്രീകൃഷ്ണം ഭൂതനാഥം ഭിഷകധിപമ ലക്ഷ്മീം ച ലക്ഷ്മീം ചയക്ഷീം എന്നു തുടങ്ങുന്ന ശ്ലോകപ്രകാരം ആദ്യമായി ആശ്രമത്ത് ചിറയുടെ തെക്കേക്കരയിലുള്ള വേണുഗോപാലമൂർത്തിയായ വാസുദേവപുരത്തപ്പനെ വന്ദിച്ച് പിന്നീട് അരവത്ത് ഭൂതനാഥനെന്ന അയ്യപ്പനെ രണ്ടാമതായി തൊഴുതാണ് മുൻപോട്ട് നടക്കേണ്ടത്. അരവത്ത് ഭൂതനാഥൻ അയ്യപ്പനാണെന്നും അതല്ല ശൈവപാർഷദനായ കുണ്ഠോദരനാണെന്ന അഭിപ്രായവുമുണ്ട്. വീണ്ടും മുൻപോട്ട് നടന്ന് കിഴക്കേ ഗോപുരനടയിൽ എത്തണം. ഇവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥനെ സ്മരിക്കണം. ഗോപുരം കടന്ന് മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചാൽ ഗോപുരത്തിൻ്റെ വടക്കുഭാഗത്ത് അലക്ഷ്മിയെയും തെക്കുഭാഗത്ത് ലക്ഷ്മിയെയും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വന്ദിക്കണം. തുടർന്ന് വടക്ക് ഭാഗത്ത് യക്ഷിയുടെ നടയിൽ പ്രാർത്ഥിക്കണം. ശേഷം ഋഷഭനെ വന്ദിച്ച് പ്രദക്ഷിണം തുടങ്ങാം. തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തിയെ തൊഴണം. മുൻപോട്ട് നീങ്ങുമ്പോൾ മഹാഗണപതിയെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കണം. ശേഷം മഹാകാളനെ സ്മരിക്കണം. നന്ദികേശ സങ്കല്പവുമുണ്ടിവിടെ. തെക്ക് പടിഞ്ഞാറ് മൂലയിലെത്തിയാൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവിയെ വന്ദിക്കണം. മുൻപോട്ട് നീങ്ങുമ്പോൾ മാന്ധാതാവ്, മുജുകുന്ദൻ, ശതസോമൻ എന്നീ രാജർഷികളെ സ്മരിക്കണം. പടിഞ്ഞാറേ നടയിലെത്തിയാൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അഗസ്ത്യ മഹർഷിയെയും വിശ്വാമിത്ര മഹർഷിയെയും സ്മരിച്ച ശേഷം മാടായിക്കാവ് അമ്മയെയും പ്രാർത്ഥിക്കാം. മാടായിക്കാവിലമ്മയാണ് തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരി. പടിഞ്ഞാറേ നടയിൽ നിന്ന് തന്നെ കിഴക്കോട്ട് നോക്കി ശ്രീ പാർവതിയെയും വന്ദിക്കണം. വടക്കു പടിഞ്ഞാറേ മൂലയിലെത്തിയാൽ നാലമ്പലത്തിൻ്റെ ചുമരിനോട് ചേർന്ന് ഒരു ചതുരക്കല്ല് കാണാം. ഇതിൽ കയറി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നോക്കി കാശി വിശ്വനാഥനെയും പ്രാർത്ഥിക്കാം. പ്രദക്ഷിണ സഞ്ചാരം തുടർന്നാൽ വടക്കേ നടയിലെത്തും. ഇവിടെ പരശുരാമ പ്രാർത്ഥന കഴിഞ്ഞ് മുൻപോട്ട് നീങ്ങുമ്പോൾ ബലിക്കല്ലിൻ്റെ ഇടതുഭാഗത്തു കൂടി വേണം നടന്നു നീങ്ങാൻ. കിഴക്ക് വടക്കേ മൂലയിൽ ഗംഗാദേവിയെയും സ്മരിച്ച ശേഷം മുൻപോട്ട് നീങ്ങിയാണ് കിഴക്കേ നടയിൽ എത്തേണ്ടത്. തിരുനടയിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് കയറുന്നത് പകൽ സമയത്ത് പുരുഷന്മാർക്ക് മാത്രമാണ് അനുവാദം. അതേസമയം സ്ത്രീകൾ തിരുനടയിൽ കുമ്പിട്ട് നമസ്കരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ. ഒരു ദിവസത്തെ പൂജാ ചടങ്ങുകൾ വിശദീകരിക്കാം. അതിൽ ഈ കാര്യങ്ങളെപ്പറ്റി വിശദമായി പറയാം.
തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കാലത്ത് 5 മണിക്ക് സാക്ഷിമണിനാദത്തോടെ കണിക്കായി നട തുറക്കുന്നതോടെയാണ് ഒരു ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ സമയം ഏകദേശം 10-15 മിനിറ്റോളം ഭക്തർക്ക് കണി ദർശനത്തിന് അവസരം ലഭിക്കുന്നു. തുടർന്ന് മറ്റു പൂജകൾക്കായി ദർശനം നിയന്ത്രിക്കുന്നു. വീണ്ടും 6 മണിയോടുകൂടി നട തുറക്കുമ്പോൾ നെയ്യമൃത് സമർപ്പിച്ച് തൊഴാം. തുടർന്ന് 7 മണിയോടെ നാത്രാവ്രത് പൂജ എന്നറിയപ്പെടുന്ന എതിരേറ്റ് പൂജ നടക്കും. അത് കഴിയുമ്പോൾ വെള്ളിക്കുടം, പൊന്നിൻകുടം തുടങ്ങിയവ ഭക്തർക്ക് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. മറ്റു പൂജകളായ പന്തീരടി പൂജ, ഉച്ചപ്പൂജ കൂടാതെ നിത്യ നവകാഭിഷേകം എന്നിവ പകലും, ദീപാരാധനയും അത്താഴപൂജയും വൈകിട്ടും ഉണ്ടാവും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അടയ്ക്കുന്ന നട വൈകിട്ട് 5 മണിക്ക് തുറക്കും. പുരുഷന്മാർക്ക് നിവേദ്യ പൂജാ സമയങ്ങൾ ഒഴിച്ച് എപ്പോഴും ദർശനം സാധ്യമാണെങ്കിലും സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമാണ് നാലമ്പലത്തിനുള്ളിൽ കയറി ദർശനം നടത്താൻ അനുവാദമുള്ളൂ. രാജരാജേശ്വര സന്നിധിയിൽ പകൽ സമയങ്ങളിലെല്ലാം ഒരു രാജസഭയിലെ എന്ന പോലെ ഭഗവാൻ പ്രജകളുടെ പ്രശ്നങ്ങൾക്കും ആവലാതികൾക്കും തീർപ്പു കൽപ്പിക്കുന്ന സമയമാണെന്നും മാത്രമല്ല, ലോകത്രയങ്ങളുടെ കാര്യങ്ങൾ മറ്റു ദിക്പാലകന്മാരും രാജാക്കന്മാരും സാമന്തപ്രഭുക്കന്മാരും വേദജ്ഞന്മാരുമായി ചേർന്ന് രാജരാജേശ്വരൻ ചർച്ച ചെയ്യുന്നുവെന്നും ആ സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രവേശനം നിഷിദ്ധമാണെന്നും ഐതിഹ്യമുണ്ട്. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമാണ് ലക്ഷ്മീപുരേശൻ ലക്ഷ്മി സമ്പൂർണനായി സ്ത്രീജനങ്ങളുടെ ഹിതമറിഞ്ഞ് വർത്തിക്കുന്ന സമയമെന്നും അതിനാലാണ് സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമായി ദർശനം നിജപ്പെടുത്തിയിരിക്കുന്നുവെന്നും വിശ്വാസം. സ്ത്രീകൾ ദർശനം നടത്തുമ്പോൾ 10 രൂപ ടിക്കറ്റ് എടുത്ത് നെയ്യമൃതുമായി വേണം ഉള്ളിൽ പ്രവേശിക്കാൻ. അസ്തമനത്തിൻ്റെ സമയമനുസരിച്ച് 7 മണി 7:10 ദർശനം ആരംഭിക്കും. തളിപ്പറമ്പിൽ വൈകിട്ട് 8:30 നട അടയ്ക്കുമെങ്കിലും തിരക്കുണ്ടെങ്കിൽ അപ്പോൾ മതിലകത്ത് പ്രവേശിച്ചിട്ടുള്ള എല്ലാവർക്കും ദർശനം നടത്തിയ ശേഷമേ നടയടയ്ക്കൂ. സ്ത്രീകൾക്കാണ് ഈ സമയത്ത് ദർശനത്തിന് പ്രഥമ പരിഗണന. പുരുഷന്മാർക്കും ദർശനം നടത്താം. അത്താഴപൂജയ്ക്ക് ശേഷം പ്രദക്ഷിണം വയ്ക്കാൻ അനുവാദമില്ല എന്നതിനാൽ സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുന്ന ഏക ദിവസം ശിവരാത്രിയാണ്. അന്ന് വൈകിട്ട് 4 മണി മുതൽ തന്നെ സ്ത്രീകൾക്ക് ഉള്ളിൽ കയറി ദർശനം നടത്തുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യാം. തൃച്ചംബരത്തപ്പനെ യാത്രയാക്കിയതിന് ശേഷം മാത്രമാണ് അന്ന് അത്താഴപൂജ. അതുകൊണ്ട് തന്നെ രാത്രിയിലുടനീളം ദർശനത്തിന് അവസരം ലഭിക്കാം. സാധാരണ ദിവസങ്ങളിൽ തളിപ്പറമ്പിൽ വരാൻ സാധിക്കാത്തവർക്ക് ചെറുകുന്നിൽ നെയ്യമൃത് സമർപ്പിച്ചു തൊഴാം. ഇത് രാജരാജേശ്വരനുള്ളതാണ്. നടയടയ്ക്കുന്നതോടെ ഭഗവാൻ പത്നീഗൃഹമായ ചെറുകുന്നിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. ദർശനം നടത്താൻ വരുന്ന പുരുഷന്മാർ ഷർട്ട് അഴിച്ചു മാറ്റി പുറത്തു വച്ച് വേണം ഉള്ളിൽ കടക്കാൻ. ഇത് സൂക്ഷിക്കാനുള്ള സൗകര്യം ദേവസ്വം ചെയ്തിട്ടുണ്ട്. പാൻസ്, ഷോർട്സ്, ട്രൗസർ എന്നിവ ധരിച്ച് അകത്തു കടക്കാൻ അനുവാദമില്ല. മുണ്ട് ധരിച്ചു വേണം നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ. പാൻസ് ധരിച്ചു വരുന്നവർക്ക് ക്ലോക്ക് റൂമിൽ നിന്നും മുണ്ട് വാടകയ്ക്ക് ലഭിക്കും എന്നത് ഒരു സൗകര്യമാണ്. മേൽമുണ്ട് ധരിച്ചു വരുന്നവർ അത് അരയിൽ കെട്ടി ഒരു ഭൃത്യൻ രാജാവിൻ്റെ മുൻപിൽ എങ്ങനെയാണോ ചെല്ലുന്നത് അതുപോലെ വേണം ഇവിടെ ദർശനം നടത്താൻ. 4 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രാജരാജേശ്വര സന്നിധിയിൽ പ്രവേശനമില്ല. അതുപോലെ തന്നെ ഗ്രാമത്തിലെ ബ്രാഹ്മണ സ്ത്രീകളും രാജരാജ സന്നിധിയിൽ ദർശനം നടത്താറില്ല. ഉള്ളിൽ കടക്കുമ്പോഴും പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ഇവിടുത്തെ ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൻ്റെയും നിർമ്മാണ വൈഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ല. 2 തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും പുരാതന ക്ഷേത്ര വാസ്തുനിർമ്മിതിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്നു. കേരളത്തിലെ തന്നെ വിസ്താരമേറിയ ശ്രീകോവിലുകളിൽ മുൻപന്തിയിലാണ് ഈ ശ്രീകോവിൽ. ഉള്ളിൽ കയറി സോപാനപ്പടിയിൽ കയറി നെയ്യമൃത് സഗർഭിച്ച് ശ്രീകില്ലകത്തേക്ക് നോക്കുമ്പോൾ മേലാപ്പ് 2 മീറ്ററോളം വലിപ്പമുള്ള സ്വർണപ്രഭാമണ്ഡലം, അതിനനുസൃതമായ നാഗഭണം, തൃക്കണ്ണുകൾ, പട്ടം, സ്വർണപത്രാക്ഷമാല, പച്ചമരതക പതക്കം ഇവയാൽ ശോഭിതനായ മഹാരാജാവ് പെരും തൃക്കോവിലപ്പനെ നമുക്ക് ദർശിക്കാം. ദർശിച്ച്
പിന്നോട്ടിറങ്ങുമ്പോൾ കാണുന്ന നമസ്കാര മണ്ഡപത്തിൽ രാവണ നിഗ്രഹത്തിനു ശേഷം സീതാദേവിയുമായി വിജയശ്രീലാളിതനായി ലങ്കയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കയറി നമസ്കരിച്ചു വന്ദിച്ചു എന്ന വിശ്വാസമുള്ളതിനാൽ ആരും തന്നെ രാജരാജേശ്വര ക്ഷേത്ര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കാറില്ല. ദർശനത്തിന് വരുന്നവർ ദേവന് സമർപ്പിക്കാവുന്ന മറ്റു വഴിപാടുകളെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന വഴിപാടുകളൊന്നും ഇവിടെ സ്വീകരിക്കാറില്ല. പൗരാണികമായി തന്നെ ഇവിടെ ചെയ്യേണ്ടുന്നവ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്ന് ചില പ്രത്യേക പൂജാകർമ്മങ്ങളോടെ സമർപ്പിക്കുന്ന ലക്ഷദീപമായിരുന്നു അത്രേ. മറ്റൊരു പ്രധാന വഴിപാട് ആനയെ നടക്കിരുത്തലാണ്. ക്ഷേത്ര പരിസരത്ത് ഇന്ന് കാണുന്ന ആന ഒരു പ്രധാന വ്യക്തി വഴിപാടായി സമർപ്പിച്ചതാണ്. വിശിഷ്ട വ്യക്തികളെ സന്ദർശിക്കുമ്പോൾ നെയ്യമൃത് സമർപ്പിക്കുക എന്നൊരാചാരമുണ്ടല്ലോ. രാജരാജേശ്വര സന്നിധിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ളതും പ്രാധാന്യമുള്ളതുമായ ഒരു വഴിപാടാണ് നെയ്യമൃത് സമർപ്പിക്കുന്നത്. ഭഗവത് സന്നിധിയിൽ ആദ്യകാലം മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന കെടാവിളക്ക് തെളിയിക്കാനുള്ള നമ്മുടെ ഒരു സംഭാവനയും ഭഗവാനുള്ള കാഴ്ചദ്രവ്യവുമാണ് നെയ്യമൃത് സമർപ്പണം. ഇത് ഒന്നും കൂടി വർദ്ധിപ്പിച്ചാൽ നെയ്യ് നിറച്ച വെള്ളിക്കുടവും പൊന്നിൻകുടവും നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. മഹാരാജാവിൻ്റെ അലങ്കാരമായ പട്ടം, ശ്രീപാർവതിക്ക് താലി, പുഷ്പാഞ്ജലി ഇവയും പ്രധാന വഴിപാടിനങ്ങളിൽ പെടുന്നു. വേദമന്ത്രം ചൊല്ലി നമസ്കാരം നടത്തിക്കുന്നതും വളരെ പ്രധാന ഇനമാണ്. യാമനമസ്കാരവും അശ്വമേധ നമസ്കാരവും വളരെ വിശിഷ്ടമാണ്. തൃശ്ശൂരിൽ ശിവന്റെ തലകയാകയാൽ പശുവിൻ നെയ്യഭിഷേകവും, തൃക്കണ്ടിയൂരിൽ വയറാകയാൽ അപ്പം നിവേദ്യവും, തളിപ്പറമ്പിൽ പാദമാകയാൽ നമസ്കാരവും പ്രധാനമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിലെ മറ്റു ചില പ്രധാന വഴിപാടുകൾ നിറമാല സമർപ്പണവും തിരുവപ്പവുമാണ്. ഇതുകൂടാതെ ഇവിടുത്തെ പ്രധാന പൂജകളിലൊന്ന് മാംഗല്യപൂജയാണ്. ഇത് നടത്തിയാൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറും എന്നാണ് വിശ്വാസം. മലപ്പുറംകാർക്ക് തിരുമാന്ധാംകുന്ന് ക്ഷേത്രം പോലെയാണ് മാംഗല്യപൂജയുടെ കാര്യത്തിൽ വടക്കൻ മലബാറുകാർക്ക് രാജരാജേശ്വര ക്ഷേത്രം. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ പൂജയ്ക്കായി വരാറുണ്ട്. വഴിപാടുകളിൽ നിറമാല, അശ്വമേധ നമസ്കാരം, യാമനമസ്കാരം, ചുറ്റുവിളക്ക്, തിരുവപ്പം മുതലായവ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ക്ഷേത്രാധികാരികളെ ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ദർശനം നടത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രാത്രി നട അടയ്ക്കുന്നതിന് മുൻപായി ശ്രീകോവിലിനകത്തെ ശേഷിച്ച വെള്ളമെല്ലാം കളഞ്ഞ് പാത്രങ്ങൾ കമഴ്ത്തി വയ്ക്കുമ്പോൾ ജലാംശമില്ലാത്ത അല്പം ചന്ദനവും കുറച്ച് തുളസിക്കതിരുകളും കീഴ്ശാന്തിക്കാർ ദേവൻ്റെ മുൻപിൽ കൊണ്ടുവച്ചതിന് ശേഷം മാത്രമേ ശ്രീകോവിലിൻ്റെ നട അടയ്ക്കുകയുള്ളൂ. ഇത് രാത്രി ദേവന് പുഷ്പാഞ്ജലിക്കെത്തുന്ന ഋഷീശ്വരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണത്രേ. കാലത്തെ കണിക്ക് ശേഷം ഏതാണ്ട് 6 മണിയോടെ അഭിഷേകത്തിനായി വാതിൽ പാതി അടച്ച് കീഴ്ശാന്തിക്കാർ പൂ വിളിക്കും. തത്സമയം വാര്യർ ചില ആചാരങ്ങളോടെ ദേവന് പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ തൃപ്പടിമേൽ വയ്ക്കും. ഇത്തരം ഒരു അപൂർവമായ ചടങ്ങുകൂടി ക്ഷേത്രത്തിലുണ്ട്. വിഷുവും ശിവരാത്രിയും തളിപ്പറമ്പിലെ പ്രധാന ദിവസങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഉത്സവങ്ങളില്ലാത്ത തളിപ്പറമ്പിൽ ചിങ്ങമാസം നിറപുത്തരി, വൃശ്ചികമാസം തിരുവാതിര എന്നിവ വിശേഷമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം വരുന്ന മകം നാളിലെ കണിക്കു തൊഴൽ മറ്റൊരു പ്രധാന ദർശന സൗഭാഗ്യമാണ്. മുൻകാലങ്ങളിൽ വിഷുക്കണിക്ക് എന്നതിലുപരി ഗ്രാമത്തിലെ നമ്പൂതിരിമാരും മറ്റുള്ളവരും മകക്കണി കാണാനത്രേ കൂടുതലായി തളിപ്പറമ്പിൽ വന്നിരുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്തും നിരവധി ഭക്തർ ഇവിടെ സന്ദർശിക്കാൻ എത്താറുണ്ട്. തളിപ്പറമ്പിൽ എത്തുന്നവർ സന്ദർശിച്ചിരിക്കേണ്ട മറ്റു 2 പ്രധാന ക്ഷേത്രങ്ങളാണ് ഇവിടെ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും 5 കിലോമീറ്റർ ദൂരെയുള്ള വൈദ്യനാഥ ക്ഷേത്രവും. സൽസന്താനത്തിനു വേണ്ടി ഗർഭവതികളായ സ്ത്രീകൾ ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം തന്നെ തൊഴുന്ന പതിവുണ്ട്. 3 ഇടം തൊഴൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ശിവൻ കുഞ്ഞിന് പ്രതാപവും, തൃച്ചംബരത്തെ ശ്രീകൃഷ്ണൻ സന്താനത്തിന് നല്ല സ്വഭാവവും, കാഞ്ചനങ്ങാട്ടെ ദേവത ദീർഘായുസ്സും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം.
ഗ്രാമത്തിലെ നമ്പൂതിരി സ്ത്രീകൾക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നിഷിദ്ധമായതിനാൽ ഗ്രാമത്തിലെ തന്നെ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രമാണ് ദർശിക്കാറ്. ഈ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ കിഴക്കുഭാഗത്താണ്. ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് വരുന്നവർക്ക് സഹായകരമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുകയോ സ്റ്റാറ്റസ് ഇടുകയോ ചെയ്താൽ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നന്ദി, നമസ്കാരം.